ഇതാണ് നമ്മുടെ ഐറ്റം. കണ്ടല്ലേ, HTCയുടെയാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ CM 2016 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. 3 ടൈപ്പ് തന്നെ ഇതിൻ്റെ ഉണ്ട്. CM 2000 ഉണ്ട്, 2007 ഉണ്ട്, 2016 ഉണ്ട്. HTCയുടെ ബ്രാൻഡാണ് വരുന്നത്. ഇത് നമുക്ക് AC DC നമുക്ക് അതേപോലെ AC DC നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ACയും DCയും ഉള്ളത് തന്നെ എടുക്കണം. അതായത് ഇൻവെർട്ടറിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ നമുക്ക് DCയും കൂടെ നമുക്ക് മസ്റ്റാണ്. അപ്പോൾ AC മാത്രമല്ല DCയും ഉണ്ടെങ്കിലേ നമുക്ക് അതൊരു വാല്യൂ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം പുതിയ ഒരെണ്ണം കൂടെ നമ്മൾ എടുത്തത്. ഇതാണ് അതിൻ്റെ ബോക്സിങ്ങും കാര്യങ്ങളും വരുന്നത്. നല്ല പാക്കിങ്ങും കാര്യങ്ങളായിട്ടാണ് അവർ നമുക്ക് കൊറിയർ ചെയ്തത് തന്നെ. പിന്നെ ഇതിൻ്റെ രജിസ്റ്റർ യുവർ പ്രൊഡക്റ്റ് ഓൺലൈൻ നമുക്ക് വാറൻറ്റി, ഇതിൻ്റെ വാറൻറ്റി തന്നെ നമുക്ക് സ്കാൻ ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു സ്റ്റിക്കർ സ്കാനിങ് കോഡും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് സ്കാൻ ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ബാഗിൻ്റെ അകത്തൊക്കെയാണ് വരുന്നത്. നമുക്കിത് ഈസി ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാനൊക്കെ നമുക്ക് നല്ലതാണ്. കണ്ടോ, ഒരു ബാഗിൻ്റെ അകത്തൊക്കെയാണ് ഇത് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലിടാൻ വേണ്ടിയിട്ടുള്ള 2 ബാറ്ററിയും ഇതിനോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ നല്ലൊരു ബാഗൊക്കെയാണ്. ഇതിൻ്റെ സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അതാണ് നമുക്ക് ഇങ്ങനൊരു ഈ ബാഗ് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. കാരണം ഇത് എവിടെയെങ്കിലും കൊണ്ടുവച്ചാലും നമ്മൾ അല്ലാതെ എടുത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് അവരുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അതായത് ഇൻസ്ട്രക്ഷൻസാണ് ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്നത്. ഡിജിറ്റൽ AC ആൻഡ് DC ക്ലാമ്പ് മീറ്റർ മാനുവലാണ്. അതെന്തായാലും നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പം കാണാം. ഇപ്പം നമ്മുടെ DC വോൾട്ടേജിൻ്റെ അകത്ത് 600 വോൾട്ട് വരുന്നത്. അതിൻ്റെ ആക്യുറസി 0.5% ആണ്. റെസൊല്യൂഷൻ കറക്റ്റ് 100 തന്നെ അതിൻ്റെ അകത്ത് ഉണ്ട്. ACക്കകത്ത് 600ൻ്റെ അകത്ത് 0.8% ആണ്. അതേപോലെ റെസൊല്യൂഷൻ വരുന്നത് 100 വരുന്നത്. അത് എല്ലാത്തിനും നോർമലി നല്ല ഒരു RMS വാല്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം, അതേപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ഈ മാനുവലിൻ്റെ അകത്ത് തന്നെ, ഇൻസ്ട്രക്ഷൻ മാനുവലിൻ്റെ അകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ മതി. ഇവർ വെളിച്ചത്തിൻ്റെ ഒരു ഇതായതുകൊണ്ടാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇത് HTCയുടെ കൂടെ വന്ന ഒരു കാറ്റലോഗാണ്. കേട്ടോ, ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. ഇത് HTC ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇത് ഫുള്ളും കൊടുത്തേക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വന്നതാണ് ഇത് അവരുടെ പ്രൊഡക്റ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്ന ഡിജിറ്റൽ മൾട്ടിമീറ്റർ, അതേപോലെ ക്ലാമ്പ് മീറ്ററുകൾ, ക്ലാമ്പ് മീറ്റർ, പവർ മോണിറ്റർ, എർത്ത് ലീക്കേജ് ടെസ്റ്റർ, അതേപോലെ ഇൻസുലേഷൻ ടെസ്റ്റർ. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയുണ്ട് പലതരം നമുക്ക് മീറ്ററുകൾ നമുക്ക് ഇതിൻ്റെ HTCയുടെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂവും കാര്യങ്ങളും പവർ റേഞ്ചും എല്ലാം അവർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എടുത്തേക്കുന്നത് CM 2016 AC DC. ഇതാണ് നമ്മളിപ്പം എടുത്തേക്കുന്ന ക്ലാമ്പ് മീറ്റർ. അവരെയൊക്കെ ഇതെല്ലാം അവരുടെ തന്നെ പ്രൊഡക്റ്റ് മൾട്ടിമീറ്ററാണ്. ഇത്രയും ക്ലാമ്പ് മീറ്ററാണ് വരുന്നത്. പിന്നെ അവരുടെ എർത്ത് ലീക്കേജ് ടെസ്റ്ററുകളും കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻസുലേഷൻ ടെസ്റ്ററുകളാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊട്ട് ബാക്കിലും ഉണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ളതാണിത് സ്മാർട്ട് മൾട്ടിമീറ്റർ. ഇതാണ് നോൺ കോൺടാക്റ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഇരിക്കുന്ന സാധനം ഇതാണ് ഒരെണ്ണം. ഇതിൻ്റെ തന്നെ ഫീച്ചേഴ്സ് നമ്മുടെ ഇതിലുണ്ട്. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ക്ലാമ്പ് മീറ്ററിലും നമ്മൾക്ക് ഉണ്ട്. വോൾട്ടേജ് ഡിറ്റക്ടർ ഇത് തന്നെയാണ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ തന്നെ ഫീച്ചേഴ്സ് നമ്മുടെ ഈ ക്ലാമ്പ് മീറ്ററിലും ഉണ്ട്. അപ്പോൾ ഒറ്റ മീറ്ററിൽ തന്നെ കാര്യങ്ങൾ നമുക്ക് നടക്കും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ മിനി സർവീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ്രോമീറ്റർ, ഹൈഗ്രോമീറ്റർ, പിന്നെ ഉള്ളത് ലെവൽ മീറ്റർ, കാര്യങ്ങൾ ഇഷ്ടംപോലെ തന്നെ അവരുടെ മീറ്റേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അവർക്ക് ഈ വരുന്ന കാറ്റലോഗ് നമ്മൾ മേടിച്ച അതിൻ്റെ അകത്ത് തന്നെ ആ ബോക്സിൻ്റെ അകത്ത് തന്നെ ഇരുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ് ഇത്. നല്ല കുറേയധികം പ്രൊഡക്റ്റ് HTCയുടെ തന്നെ ഉണ്ട്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇതെല്ലാം. പക്ഷേ ആക്യുറസിയുടെ ചെറിയൊരു വ്യത്യാസം വരും. കാരണം ഫ്ലൂക്കിനെയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആക്യുറസി ഒരു 0.1, 2, 3 കൂടിപ്പോയ ഒരു 4 വരെ, ആ 4 റേഞ്ച് വരെ ഒരു ആക്യുറസിയുടെ ഒരു വ്യത്യാസം വരും. കാരണം ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതായത് വില ഇച്ചിരി കുറവുണ്ട്. മറ്റേതിനൊക്കെ നല്ല വിലയാണ്. 30,000, 10,000, 15,000, 20,000, 25,000 അങ്ങനെ ആ റേഞ്ച് വരും. അതൊക്കെ കറക്റ്റ് ആക്യുറസിയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് ചെറിയൊരു 0.1, 2, 3 അല്ലെങ്കിൽ 4 ഒക്കെ വരെ വ്യത്യാസം വരുത്തേ ഉള്ളൂ. എന്തായാലും ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട്. എന്തായാലും നോക്കിയാൽ മാത്രം മതി.
അപ്പോൾ നമുക്ക് വരുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. ശരി, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇരുന്നതിനെക്കാട്ടി ഒരു ചെറിയ ടൈപ്പ് തന്നെയാണ്. നേരത്തെ ഇരുന്നതിനെക്കാട്ടി സ്വല്പം വലിപ്പമാണ് ഇതിനുള്ളത്. നല്ല കയ്യിൽ കൈ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ക്ലാമ്പ് മീറ്ററാണ് HTCയുടെ ഈ CM 2016 എന്ന് പറഞ്ഞ മോഡൽ. ഒരു സിമ്പിളായിട്ടൊരു നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലാമ്പ് മീറ്റർ തന്നെ. ഇത് NCV എന്ന് പറഞ്ഞാൽ നോൺ കോണ്ടാക്റ്റ് വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ ഈ കാണുന്നത് ഈ ആരോ ഇപ്പം ഇങ്ങോട്ട് കിടക്കുന്നത് AC DC നമുക്ക് അറ്റ് എ ടൈം തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് AC DC ഉള്ളത് തന്നെ നമ്മൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ DCയും കൂടെ ഉള്ളത് എടുക്കുന്നത് നമുക്ക് പിന്നെ ഇൻവേർട്ടറും അതേപോലെ സോളാറൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ട് ക്ലാമ്പ് മീറ്റർ എടുക്കുമ്പോൾ ACയും DCയും തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ACയും DCയും സെലക്ട് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ആരോ കിടക്കുന്ന ഈ DC മോഡിലാണ്. അത് ഈ കാണുന്ന സെലക്ടർ സ്വിച്ചിൻ്റെ അകത്ത് പ്രസ് ചെയ്യുമ്പോഴത്തേന് AC മോഡിലോട്ടായി. ഈ സെലക്ടർ സ്വിച്ച് വഴിയാണ് ACയും DCയും നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നത്. പിന്നെ അതേപോലെ നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ളത് ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനും അതേപോലെ ഡയോഡും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ പ്രോബ് ഇതിലോട്ട് ഇട്ടിട്ട് പ്രോബല്ല ഈ ആരോ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഈ സെലക്ട് സ്വിച്ചിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്ന് ഇതുപോലെ AC DC നമ്മളിപ്പോൾ മാറ്റിയതിൻ്റെ തൊട്ട് തന്നെ നമുക്കിവിടെ ചേഞ്ച് ആവും. പിന്നെ ഈ സെലക്ട് സ്വിച്ചിൻ്റെ അകത്ത് തന്നെ നല്ല പ്രസ് ചെയ്തൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ലൈറ്റ് നമുക്ക് ഓണാക്കാൻ പറ്റും. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ ലൈറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഓണാക്കാൻ പറ്റും. അത് ഈ സെലക്ട് സ്വിച്ചിൻ്റെ അകത്ത് തന്നെയാണ് ഫ്രണ്ടിലത്തെ ലൈറ്റ് കിടക്കുന്നത്. ഓഫ് ചെയ്യാൻ വേണ്ടി അതിൽ തന്നെ പ്രസ് ചെയ്താൽ പിടിച്ചാൽ മതി. ഡിസ്പ്ലേ നമുക്ക് ഓണാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹോൾഡ് എന്ന് പറയുന്ന ബട്ടൻ്റെ അകത്ത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഡിസ്പ്ലേയും നമുക്ക് ഡിസ്പ്ലേയുടെ അവിടെ നമുക്ക് ഇതേപോലെ ലൈറ്റ് കത്തും. അതിൽ തന്നെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓഫാവും. ഈ ഹോൾഡ് എന്ന് പറയുന്നത് അറിയാലോ, നമ്മൾ ഏതെങ്കിലും വാല്യൂ ചെക്ക് ചെയ്തുകൊണ്ടിട്ട് ഇരിക്കുമ്പോൾ അതൊന്ന് അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് ഹോൾഡായി കിട്ടും. ഇത് രണ്ടും നമ്മൾ പ്രോബ് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മളിപ്പം പിന്നീട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തതാണ്. ടെമ്പറേച്ചറിൻ്റെ പ്രോബും നമ്മൾ കുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ കാണിക്കുന്നത് 29 ഇപ്പം ഈ റൂമിൽ കാണിക്കുന്നത്. നമുക്ക് ഈ ലാമ്പ് ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് നോക്കാം. ഉണ്ടല്ലേ, ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നുണ്ടല്ലേ. ലാമ്പ് കത്തിച്ചപ്പോൾ 62, 59 ഉണ്ടോ, ഇതേപോലെ വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മളിവിടുത്തെ ലാമ്പ് കത്തിച്ച് കാണിച്ചതാണ്. അപ്പോഴാണ് ആ ടെമ്പറേച്ചറിൻ്റെ ആ വേരിയേഷൻസ് നമുക്ക് മനസ്സിലായത്. അപ്പം നമുക്ക് നേരത്തെ ഇരുന്നതിനെക്കാട്ടിയാൽ അപ്പം മറ്റേതിനെക്കാട്ടിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ ഇരുന്നതിനെക്കാട്ടി വെച്ചൊരു ആക്യുറസിയുടെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉള്ളതൊന്നും കറക്റ്റ് ആക്യുറസി അല്ലായിരുന്നു. ഇതിൻ്റെ അകത്തും ആക്യുറസി കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആയിരിക്കാം എന്ന് നോക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഇനി ചെക്ക് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത്. പക്ഷേ അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നോക്കുമ്പം കറക്റ്റ് ആക്യുറസിയാണ്. കറക്റ്റ് ആക്യുറസിക്കകത്ത് കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ടിലുള്ള ക്ലാമ്പ് മീറ്ററൊക്കെ നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും. ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇത് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രൂ വേൾഡ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ട്രൂ വേൾഡിൻ്റെ അകത്ത് നല്ല വിലക്കുറവിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഞാൻ ഇട്ടേക്കാം, അതെങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അത് പർച്ചേസ് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് പിന്നെ അതേപോലെ 50 രൂപ നമുക്കൊരു ഓഫറും കിട്ടുന്നുണ്ട്. താങ്ക്സ് 50 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപയും കിട്ടും. ഒരു 5 ഡേയ്സിനുള്ളിൽ നമുക്ക് ഉടൻ തന്നെ നമുക്ക് വരും. അറ്റ് എ ടൈം തന്നെ നമ്മളിത് അക്കൗണ്ട് അതായത് സൈൻ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഫുള്ളും ടൂളും കാര്യങ്ങളൊക്കെയാണ് അതിൽ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ തരത്തിലുള്ള ടൂൾസ് അതേപോലെ നമുക്ക് കിട്ടും. ഇതേപോലുള്ള ടൂൾസുകൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. വില കുറച്ച് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സൈറ്റിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കറക്റ്റായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി ഒന്ന് ചെക്ക് ചെയ്യുക. ട്രൂ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളും ഇട്ടേക്കാം. അതിൻ്റെ അകത്ത് കയറി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് 3000 രൂപയൊക്കെയാണ് വില വരുന്നത്. പക്ഷേ നമുക്കിത് 2900 രൂപയ്ക്ക് നമുക്ക് ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്ത് തന്നെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ഈ നോൺ NCV കൂടെ നോക്കാം. അത് നോൺ കോണ്ടാക്റ്റ് വോൾട്ടും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിത് നിർത്താം. എന്നിട്ട്
പിന്നീട് ഒരു ഫുൾ വീഡിയോയിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിനെക്കുറിച്ച് ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഇവിടുത്തെ പൊടിയൻ നാട് ഇത് കണ്ടില്ലേ, എൻ്റെ കൂടെ വന്നിരുന്നിട്ട് ഇതിൻ്റെ അകത്തുള്ള പണിയാണ്. ഇനി ഒന്നും സമ്മതിക്കത്തില്ല, എല്ലാം നാണ്ട വാരി എടുത്തെറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ NCV നോൺ കോൺടാക്റ്റ് വോൾട്ടും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ നേരെ വേണ്ടേ ഈ ആരോ നോൺ കോൺടാക്റ്റ് വോൾട്ടിൻ്റെ അകത്താണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ഒരു സ്വിച്ച് ബോർഡാണിത്. അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടോ, ഇത് കണ്ടോ, പിടിക്കുമ്പോൾ നമുക്ക് ഇതുവഴി കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു ബെറ്റർ ക്ലാമ്പ് മീറ്റർ തന്നെയാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പാണ് ഇത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എടുത്തതും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എന്തായാലും നിങ്ങളൊന്ന് നോക്കുക. ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ എങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഞാൻ തീർച്ചയായിട്ടും ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.